കാറിൻ്റെ നിറം കറുപ്പാണെന്ന് പറയും, കാറിൻ്റെ ഡ്രൈവർ സേറ്റനാന്ന് പറയും. എന്നിട്ട് മക്കളോട് പറയും അതിന് ഹെഡ്ലൈറ്റും ഇല്ല, ഇൻഡിക്കേറ്ററും ഇല്ല. മക്കളോട് വീണ്ടും ഞാൻ പറയും അതിന് 4 ചക്രങ്ങളുണ്ട്. 1 പരദൂഷണ ചക്രം, 2 പാരവെപ്പ് ചക്രം, 3 പകപോക്കൽ ചക്രം, 4 പരാതി പറയൽ ചക്രം. ഈ പിശാചി ചക്രങ്ങളൊക്കെ മേടിച്ചിരിക്കുന്നത് ബൈബിളിൽ നിന്ന് തന്നെയാണ്. പരദൂഷണ ചക്രം എവിടെ നിന്ന് മേടിച്ചിരിക്കുന്ന അറിയാവോ? ഫാരിസി ട്രേഡിംഗ് കമ്പനിയിൽ നിന്ന്. ഫരിസയർ എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ആൾക്കാരുണ്ട് നമ്മുടെ ഇടയിൽ. എപ്പോഴും കുറ്റം മാത്രം കാണും, കുറ്റം മാത്രം പറയും. ദേ കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നു, ദേ ഗോതമ്പ് വയലിലൂടെ പോയി ഇപ്പോഴ് ധാന്യം പറിച്ച് തിന്നുന്നു. കുറ്റം പറയുന്ന ഫാരിസി ട്രേഡിംഗ് കമ്പനിയിൽ നിന്നാണ് പിശാച് ഈ ചക്രം വാങ്ങിയിരിക്കുന്നത്, പരദൂഷണ ചക്രം. രണ്ടാമത്തെ ചക്രം പകപോക്കൽ ചക്രം, അത് ഹെറോദ് ട്രേഡിംഗ് കമ്പനിയിൽ നിന്നാണ്. ഹെറോദസ് രാജാവ് എന്താ ചെയ്തത്? ഒരു രാജാവ് പിറന്നെന്ന് കേട്ടപ്പോൾ 2 വയസ്സിൽ താഴെയുള്ള എല്ലാവരും കഴുത്തറക്കാൻ പറഞ്ഞു. പക പോക്കുക. അങ്ങനെ ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. 3 പാരവെപ്പ് ചക്രം, ഇത് ജൂഡസ് ട്രേഡിംഗ് കമ്പനിയിൽ നിന്നാണ്. ജൂഡസ് ട്രേഡിംഗ് കമ്പനി യേശുവിൻ്റെ അടുത്ത് വന്നിട്ട് ഐ ലവ് യു എന്ന് പറഞ്ഞ് കിസ് ചെയ്യണം. അതിൻ്റെ അർത്ഥം യു കിൽ ഹിം. കാണിക്കുന്ന ഒന്ന് പാര വയ്ക്കുക. ജൂഡാസിൻ്റെ ട്രേഡിംഗ് കമ്പനിയിൽ നിന്ന് പിശാച് മേടിച്ച ചക്രമാണ് പാരവെപ്പ് ചക്രം. 4ാമത്തെ പരാതി പറയൽ ചക്രം, അത് സെബദി ട്രേഡിംഗ് കമ്പനിയിൽ നിന്നാണ്. ഒരു മോൻ ഇപ്പുറത്തിരുത്ത്, ഒരു മോൻ അപ്പുറത്തിരുത്ത്, എപ്പോഴും കംപ്ലൈൻറ്റ്, ഒരിക്കലും സംതൃപ്തിയില്ല.